പഴമ നിലനിർത്തുന്ന മനോഹരമായ ഗ്രാമങ്ങളുടെ നാട്, കരിമ്പനകളുടെ നാട്, കേരളത്തിൻ്റെ നെല്ലറ എന്നീ വിശേഷണങ്ങളുള്ള പാലക്കാടിലാണ് നമ്മൾ. പാലക്കാട് കൽപ്പാത്തി എന്ന ഗ്രാമത്തിലാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൽപ്പാത്തി ഗ്രാമം. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ നാളുകളാണ്. ക്ഷേത്രങ്ങളിലും കൽപ്പാത്തി തെരുവുകളിലും വലിയ തിരക്കാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ വിശാലാക്ഷി സമേത ശ്രീ കാശി വിശ്വനാഥ സ്വാമി ടെമ്പിൾ. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പാർവതി ദേവിയും അതേ പ്രാധാന്യത്തോടെ ഇവിടെ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. 1425 നിർമ്മിച്ചതായി കരുതുന്ന ഈ ക്ഷേത്രം തമിഴ്നാടൻ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്ന് കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിൽ കൂടുതലും. കൽപ്പാത്തിയിൽ എത്തിയ ബ്രാഹ്മണ സമൂഹം തമിഴ് രീതികൾ ഒന്നൊന്നായി പ്രചരിപ്പിച്ചു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും ഒരു തഞ്ചാവൂർ തനിമ പാലിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്ത അവരുടെ പിൻതലമുറക്കാരാണ് ഇന്നും ഇവിടെ ജീവിച്ചു പോരുന്നത്. അന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അവർ നിലനിർത്തി പോരുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ആചാരമാണ് കൽപ്പാത്തി രഥോത്സവം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റിയും ചരിത്രത്തെപ്പറ്റിയും ഇവിടെയുള്ള ഒരു ചേട്ടൻ വിശദീകരിച്ചു. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതായത് പണ്ട് കൽപ്പാത്തി ഡാം കെട്ടുന്നതിന് മുമ്പ് ഈ പുഴയുണ്ടല്ലോ, ഈ പുഴയുടെ കൽപ്പാത്തി പുഴ വലിയ പുഴയാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ വെള്ളം കര പൊക്കത്തിലാണ്. അപ്പോൾ കാശിയിൽ പോയിട്ടൊരു വയസ്സായ അമ്മയാരെന്ന് പറയും, അതായത് ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നടന്നു പോയിട്ട്, അന്ന് കാലത്ത് 500 വർഷങ്ങൾക്ക് മുന്നേ നടന്നു പോയിട്ട് വരിക, കാശിയിൽ പോയിട്ട് നടന്നു പോയി, അത്രയും പ്രായമുള്ള ആൾ കാശി നടന്നു പോയിട്ട് വരിക പറഞ്ഞാൽ അപൂർവമാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ വരുമ്പോൾ അവിടെ നിന്ന് ഒരു ശിവലിംഗം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പാണ്ടത്തിൽ കെട്ടിയിട്ട്, അന്ന് പണ്ട് ബാഗും സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ തുണിപ്പാണ്ടമല്ലേ കൊടുക്കാം.
അങ്ങനെ അത് കെട്ടി കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ട് കയറുമ്പോൾ ഈ ഭാണ്ഡം എടുത്തപ്പോൾ പൊങ്ങില്ല. അതവിടെ സെറ്റായി എന്നാണ് പറയുന്നത്. വെള്ളം വരുന്നു, പുഴയിൽ വെള്ളം കയറുന്നത് കണ്ടിട്ട് നമുക്ക് ഡാം കിട്ടിയില്ല. അപ്പോൾ എപ്പോൾ മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം വരും. അപ്പോൾ ഇവരമ്മ കുളി കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ കയറി പോന്നപ്പോൾ ഈ ഭാണ്ഡം അവിടെ ഉറച്ചു എന്നാണ് അങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞ കഥയാണ്. എനിക്ക് ക്ലിയറാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കുറേ പേര് അങ്ങനെ ചേർന്നിട്ട് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട് അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം പണിത്. പണ്ട് ആ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ ക്ഷേത്രം നിൽക്കുന്നത്. അതായത് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുഴയായിരുന്നു, ഇപ്പൊ ചെറുതായതാണ്. ഡാം കെട്ടിയപ്പോൾ പുഴക്കര തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി പൊക്കത്തിലാണ്. പണ്ടത് വലിയ പുഴയായിരുന്നു, അതുകൊണ്ട് കരയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അത് ഡാം കെട്ടിയപ്പോൾ ചെറിയ പുഴയായി. പിന്നെ പണ്ടിത് ഇവർ നടത്തിയിരുന്നത് ആകത്തേത്തറയിൽ അച്ഛന്മാരെന്ന് പറഞ്ഞ ഭരിച്ചിരുന്നത് നമ്മുടെ പണ്ട് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അപ്പോൾ അച്ഛന്മാരാണ് ഭരിച്ചിരുന്നത്. സമ്പന്നമായൊരു സംസ്കാരത്തിൻ്റെ ചരിത്രമുണ്ട് കൽപ്പാത്തിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്ന് കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയത്. ഇഷ്ടദൈവങ്ങൾക്കായി അവർ അമ്പലങ്ങൾ നിർമ്മിച്ചും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ രഥങ്ങൾ ഉണ്ടാക്കിയും അവർ രഥപൂജ നടത്തിയെന്നുമാണ് കഥ. വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാര വീതിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം. ദിവസങ്ങൾ നീളുന്ന ഉത്സവമാണ് പാലക്കാടിൻ്റെ പെരുമ വിളിച്ചോതുന്ന രഥോത്സവം. ഇവിടുത്തെ രഥങ്ങൾക്ക് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളോടും മേൽക്കൂരകളോടും കൃത്യമായ സാമ്യമാണുള്ളത്. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം, മന്ദകര മഹാഗണപതി ക്ഷേത്രം, ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രം, പുതിയ കൽപ്പാത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലെ തേരുകളാണ് അഗ്രഹാര വീതിയിലൂടെ കാഴ്ചയെ വർണ്ണാഭമാക്കി ഉരുളുക. ആധുനികതയുടെയും മാറിയ ജീവിതശൈലിയുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായി കൽപ്പാത്തിയുടെ പൈതൃക മൂല്യം കുറയുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. ചിലത് പുതിയ കാലത്തിന് വഴിമാറിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണല്ലോ കൽപ്പാത്തി.
ഇവിടുത്തെ മറ്റൊരു ക്ഷേത്രമാണ് മന്ദകര മഹാഗണപതി ക്ഷേത്രം. മനോഹരമായൊരു ക്ഷേത്രമാണ്. ഗണപതിയുടെ വിവിധ രൂപങ്ങളിലുള്ള നിരവധി പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. ശ്രീകോവിൽ അതിമനോഹരമായ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു ഗണപതി ക്ഷേത്രമാണ് ശ്രീ ക്ഷിപ്രപ്രസാദ ഗണപതി ക്ഷേത്രം. വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഈ ക്ഷേത്രം. കൽപ്പാത്തി ഗ്രാമം ക്ഷേത്രങ്ങളുടെ ഗ്രാമം തന്നെയാണ്. നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ഗ്രാമത്തിൽ. ഇവിടുത്തെ മറ്റൊരു ക്ഷേത്രമാണിത്. ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം.
സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഈ കാഴ്ചകൾ കൽപ്പാത്തിയുടെ അടയാളങ്ങളാണ്. ഇവിടുത്തെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം. കൽപ്പാത്തി പുഴയുടെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്.